NDA എതിർക്കേണ്ടത് UPA സംവിധാനം തന്നെയാണ്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നത് വർഗീയ സംഘടനയാണ്. BJPയും സമാന മനസ്ഥിതിയും ഉള്ളവർക്ക് മാത്രമേ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. എന്നാൽ ഈ രാജ്യത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന മതേതരത്വം കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംവിധാനമാണ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്. ഐക്യത്തോടെ ആ മുന്നേറ്റം 2004 മുതൽ 2014 വരെ പോയതാണ്. എന്നാൽ പല രീതിയിലുള്ള സങ്കുചിത ചിന്തകളുള്ളവർ കൂട്ടം ചേർന്നുകൊണ്ട് NDAയെ കേവല ഭൂരിപക്ഷത്തിലേക്ക്, അതിൽ BJPക്ക് തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം 2014 കിട്ടിയപ്പോൾ BJP ഈ രാജ്യത്തെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കും എന്ന വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഏറ്റവും ഒടുവിൽ ഇതാ അംബേദ്കറെ പരസ്യമായി പരിഹസിക്കുന്ന രീതിയിൽ, അംബേദ്കറെ അവഹേളിക്കുന്ന രീതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവാദ പ്രസ്താവന ഇറക്കിയിട്ട് ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും അത് കാട്ടുതീ പോലെ കത്തിപ്പടരുന്ന ഒരു രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. BJP അവരുടെ തനി നിറം പലപ്പോഴായി കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടമായതോടുകൂടി അവരുടെ സമനില നഷ്ടപ്പെട്ട രീതിയിലാണ് പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ചും അമിത്ഷാ സമനില നഷ്ടപ്പെടുമ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമോ അതെല്ലാം അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ കാട്ടിക്കൂട്ടാൻ ശ്രമിക്കുന്നു. രാജ്യ തലസ്ഥാനത്ത് ഭരണത്തിലിരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു പൊതുമിതത്വമുണ്ട്. അതുപോലും അറിയാതെ ശരീരഭാഷയിൽ തന്നെ ഒരു അഹങ്കാരിയുടെയും അതുപോലെ തന്നെ ആക്രോശിച്ച് അട്ടഹസിച്ച് ഗുണ്ടായിസം കാണിക്കുന്ന രീതിയുമാണ് അമിത്ഷാ ഇന്നേ വരെ പ്രതിപക്ഷത്തോട് കാണിച്ചിട്ടുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. മഹുവ മൊയ്ത്രയും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ UPA സംവിധാനം വരുമ്പോൾ കോൺഗ്രസുമായി പൊതു മിനിമം പരിപാടിയിൽ യോജിക്കുന്നവരായിരിക്കില്ല കൂടെയുള്ളത്. എല്ലാ അർത്ഥത്തിലും കോൺഗ്രസുമായി സഹകരിക്കാൻ താല്പര്യമുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ BJPയുടെ സീറ്റ് നില കുറയ്ക്കാനും ഭരണഘടനയെ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത്. ആ ദൗത്യം ഏറെക്കുറെ വിജയിക്കുക തന്നെ ചെയ്തു. ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കാനും ജനങ്ങൾക്ക് ഈ രാജ്യം അപകടകരമാകുന്ന വിധത്തിൽ വർഗീയ ധ്രുവീകരണത്താൽ BJP കൊള്ളയടിക്കുന്നു എന്ന ആ സന്ദേശം പടർത്താനും തൻ്റെ 2 ജോഡോ യാത്രകൾ കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരിസ്മ. അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനവും അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ UPA സംവിധാനം തിരികെ വരുമ്പോൾ അത് മികച്ച രീതിയിൽ കൊണ്ടുപോകേണ്ടതിന്റെ ഉത്തരവാദിത്വം കൂടി രാഹുലിനുണ്ട്. ഒന്നാം UPA സർക്കാരും രണ്ടാം UPA സർക്കാരും മികച്ച രീതിയിൽ തന്നെ ആയിരുന്നു ഈ NDA സർക്കാരിനേക്കാൾ എല്ലാ രീതിയിലും ഭരിച്ചിരുന്നത്. ഇന്ത്യ സാമ്പത്തികപരമായി ഞെരുക്കത്തിലാകാതെ അവിടെയും മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണം പ്രാവർത്തികമാക്കിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. UPA തിരികെ വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് 2 പ്രധാനപ്പെട്ട ചുമതലയാണ്. UPA അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയങ്കയുടെ പേര് പരിഗണിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയെ UPAയുടെ ചുമതല നൽകുന്ന രീതിയിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ മാത്രമേ ഈ രാജ്യത്ത് സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണവും വികസനവും കൊണ്ടുവരാൻ കഴിയൂ എന്ന തിരിച്ചറിവ് അത് പല പാർട്ടികളിലേക്കും എത്തി. അതിലൊന്നാണ് YSR കോൺഗ്രസ്, അതുപോലെ BJD. TRS പല കഷ്ണങ്ങളായി അതിൽ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയും വളരെ വൈകാതെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.